ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന പല ആളുകളുടെയും പെൻഷൻ മുടങ്ങാൻ പോകുന്നു. അത് അനർഹരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാനുള്ള ഒരു നടപടി സർക്കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതേക്കുറിച്ചും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വേഗത്തിൽ നോക്കാം. ഗുജറാത്തിൽ 2 പേർക്ക് കൂടി കോവിഡ് വൈറസിൻ്റെ ഏറ്റവും പുതിയ വകഭേദമായിട്ടുള്ള ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഡിസംബർ 4-ന് ഒമിക്രോൺ പോസിറ്റീവായി സ്ഥിരീകരിച്ച ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയവരുമായി സമ്പർക്കം പുലർത്തിയ 2 പേർക്കാണ് പുതുതായി ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ രാജ്യത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 25ആയി. ഇന്ത്യയുടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് യാത്രാ ആവശ്യങ്ങൾക്കായി ഇതുവരെ 108 രാജ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ഭാരതി പ്രവീൺ പവാർ ലോക്സഭയിൽ അറിയിച്ചു. ഇന്ന് സംസ്ഥാനത്ത് 3972 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 4836 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,788 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 39,341 പേര് ചികിത്സയിലുണ്ട്. 31 മരണം കൂടി സ്ഥിരീകരിച്ചതോടുകൂടി 42,597 മരണമായി. PG ഡോക്ടർമാർ നടത്തി വന്നിരുന്ന സമരം കടുപ്പിച്ചു. കോവിഡ് ഡ്യൂട്ടി ഒഴികെയുള്ള മറ്റു ചികിത്സയിൽ നിന്നും അവർ ഒഴിഞ്ഞു നിൽക്കും. നിലവിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രധാന ചികിത്സ നടത്തുന്നത് PG ഡോക്ടർമാരാണ്. മുതിർന്ന പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും അടക്കം നിലവിൽ നൽകി വന്നിരുന്ന 53 വിഭാഗങ്ങൾക്കുള്ള യാത്രാ ഇളവുകൾ ഇനി നൽകാനാവില്ലെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു. കേരയിൽ പദ്ധതിയുടെ സർവേ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവിധ ജില്ലകളിൽ 100-ലേറെ പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കരിപ്പൂർ ഉൾപ്പെടെ 22 വിമാനത്താവളങ്ങൾ 3 വർഷത്തിനകം വിൽക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹ്റൈനിലെ കാത്തലിക് ദേവാലയം വിശ്വാസികൾക്ക് സമർപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമാണ് അവർ ലേഡി ഓഫ് അറേബ്യ. 2021 ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷ ജനുവരി 31 മുതൽ ഫെബ്രുവരി 4 വരെ നടക്കും. പിഴ കൂടാതെ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ഡിസംബർ 15 ആണ്. ഡിസംബർ 17 വരെ 20 രൂപ പിഴയോടുകൂടി ഫീസ് അടക്കാം. ഡിസംബർ 20-ന് ശേഷം 600 രൂപ പിഴ ഈടാക്കും. അപേക്ഷാ ഫോമുകൾക്ക് ഹയർ സെക്കൻഡറി പോർട്ടലായ ഹയർ സെക്കൻഡറി പോർട്ടലിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ലഭ്യമാണ്. www.dhsekerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ലഭ്യമാവുക. രാജ്യത്ത് LPG ഉപഭോക്താക്കൾക്കുള്ള സബ്സിഡി തുകകൾ കേന്ദ്ര സർക്കാർ നൽകി തുടങ്ങി എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പല ആളുകളിലേക്കും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ പല ആളുകൾക്കും പലതരത്തിലാണ് തുക ലഭിച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് 100 രൂപയ്ക്ക് താഴെയും ചില ആളുകൾക്ക് 150 രൂപയ്ക്ക് മുകളിലൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. വിശദമായ വിവരങ്ങൾ അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘം ബാങ്കുകളിൽ ഒഴിവുകളിലേക്കുള്ള തസ്തികകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. 320 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, 6 ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ 301, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 3 സിസ്റ്റം സൂപ്പർവൈസർ 1, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 7, ടൈപ്പിസ്റ്റ് 2 എന്നിവയിലേക്കാണ് ഒഴിവ്. അപേക്ഷയുടെ മാതൃക csebkerala.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. ഓരോ തസ്തികകളിലേക്കുമുള്ള അപേക്ഷകൾ പ്രത്യേകം കവറിലാക്കി നേരിട്ടോ തപാൽ മാർഗമോ സമർപ്പിക്കാം. വിലാസം: സെക്രട്ടറി, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ്, ഓവർ ബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 695001. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 29 ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ലഭ്യമാകുന്ന ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവരാനാണ് പോകുന്നത്. NIC നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ രൂപീകരിക്കുന്നത്. നിലവിൽ അനർഹരായിട്ടുള്ള ആരെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അവരെ കണ്ടെത്തി ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷത്തിൽ ഒരിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
നിലവിൽ സംസ്ഥാനത്ത് ഇപ്പോൾ മസ്റ്ററിംഗ് നിർത്തിവെച്ചിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത്. ഇനി പെട്ടെന്ന് മസ്റ്ററിംഗ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. സോഫ്റ്റ്വെയർ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഇനി അത് പ്രകാരമായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ പോലെയുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കേണ്ടതും അതുപോലെ തന്നെ പെൻഷന് അർഹരാണ് എന്ന് തെളിയിക്കേണ്ടതും സർക്കാർ നേരിട്ട് ഇത് കണ്ടെത്തുന്നതുമായ രീതിയായിരിക്കും വരാൻ പോകുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ അനർഹർ എന്ന് പറയുന്ന ആളുകളെ നമുക്കൊന്ന് നോക്കാം. ആരാണ് അനർഹർ എന്നുള്ളത്? വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിലുള്ളവർ, 1000 CCക്ക് മുകളിലുള്ള 4 ചക്ര വാഹനമുള്ള ആളുകൾ, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുള്ള ആളുകൾ, 2 ഏക്കറിലധികം സ്ഥലമുള്ള ആളുകൾ, ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സർവീസ് പെൻഷനോ ശമ്പളമോ വാങ്ങുന്ന ആളുകൾ, കുടുംബ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തന്നെ ആവണം എന്നില്ല. അയാൾ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പെൻഷൻ മുടങ്ങും. അപ്പോൾ അതാണ് അനർഹത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിത ശൈലിയും നോക്കും. വിസ്തീർണത്തിന് പുറമെ നിലവിലുള്ള വീട്ടിൽ ആഡംബര സൗകര്യങ്ങളുണ്ടോ, AC-യും ഫ്ലോറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും നോക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു രീതിയിലേക്കാണ് വരാൻ പോകുന്നത്. പല ആളുകളുടെയും പെൻഷൻ മുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ മാസത്തെ പെൻഷൻ ഡിസംബറിൽ ലഭിക്കാനുള്ള സാധ്യതയില്ല. ഒക്ടോബർ മാസത്തെ പെൻഷൻ ഒക്ടോബർ 30-ാം തീയതി ആരംഭിച്ചിരുന്നു. നവംബർ മാസത്തെ പെൻഷൻ നവംബറിൽ വിതരണം ആരംഭിക്കാതെ ഡിസംബറിലാണ് വിതരണം തുടങ്ങിയത്. അതേ സാഹചര്യം തന്നെയായിരിക്കും ഡിസംബർ മാസത്തെ പെൻഷൻ ജനുവരിയിലായിരിക്കും ലഭിക്കാനുള്ള സാധ്യത. ഇനി അത് വഴുകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം. അപ്പോൾ ഡിസംബറിൽ ഇനിയൊരു പെൻഷൻ ലഭിക്കില്ല. ഡിസംബർ മാസത്തെ പെൻഷൻ ഡിസംബറിൽ ലഭിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമുക്ക് ഗ്യാസിന് ഗണ്യമായിട്ട് വില കൂടി വരുന്ന സാഹചര്യത്തിൽ നിലവിലെ ഗ്യാസ് വിലക്ക് സിലിണ്ടർ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പല ആളുകൾക്കുമുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെ ഗ്യാസ് ഏജൻസിയുടെ ഒരു വാഹനം വരുന്ന സമയത്ത്, അതായത് ഒരു 15 ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷമായിരിക്കും ഓരോ ഏരിയയിലൂടെയും ഈ ഗ്യാസ് ഏജൻസിയുടെ വാഹനം ലഭിക്കുന്നത്. ആ സമയത്ത് ബുക്ക് ചെയ്ത് നമുക്ക് വാങ്ങേണ്ടി വരും. ഇല്ലെങ്കിൽ ബുക്ക് ചെയ്ത് നമ്മൾ തന്നെ പോയിട്ട് ഗ്യാസ് എടുക്കേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത്. ആ വാഹനം വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ തുക അനുസരിച്ച് 1000 രൂപ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ഗ്യാസ് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗ്യാസും സപ്ലൈകോയുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിലെ 10 ജില്ലകളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യൻ ഗ്യാസിൻ്റെ ചോട്ടു ഗ്യാസ് വിതരണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഗ്യാസിന് 400 രൂപ വില നൽകിയാൽ മതി. അത് ചെറിയ സിലിണ്ടറാണ്, 5 കിലോ ഗ്യാസ് മാത്രമാണ് അതിൽ ഉണ്ടാകുക. ഈ സിലിണ്ടർ നമ്മൾ കൈപ്പറ്റണമെങ്കിൽ ആദ്യം ഈ ഒരു സിലിണ്ടർ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങണം. അതിന് 1430 രൂപ നൽകണം. ശേഷം ഓരോ റീഫില്ലിങ്ങിനും 400 രൂപ നൽകിയാൽ മതി. അത് എപ്പോൾ വേണമെങ്കിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റുകളിലൂടെയും പീപ്പിൾ ബസാറുകളിലൂടെയും ലഭിക്കുന്നതാണ്. നിലവിൽ എറണാകുളം, കോട്ടയം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിലാണ് ഇതിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ജില്ലകളിലും ഉടൻ ആരംഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പാസ്പോർട്ട് ഇനി പോസ്റ്റ് ഓഫീസ് വഴിയും ലഭിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ passportindia.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ അപേക്ഷിച്ച ആൾ നേരിട്ട് ഹാജരാകുന്നത് വഴിയായിരിക്കും പാസ്പോർട്ട് ഇനി ലഭിക്കുക. ഇതോടെ പാസ്പോർട്ട് വിതരണം എളുപ്പത്തിലാക്കാനും പാസ്പോർട്ട് എളുപ്പത്തിൽ കരസ്ഥമാക്കാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. ആലപ്പുഴ ജില്ലയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. താറാവുകൾ കൂട്ടത്തോടെ ചത്തതോടെയാണ് വിദഗ്ധ പരിശോധനയ്ക്കായി ഭോപ്പാൽ ലാബിലേക്ക് അയച്ചത്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ കോഴിയിറച്ചി, കാട ഇറച്ചി, അതുപോലെ തന്നെ താറാവ് ഇറച്ചി, ഇതുപോലുള്ള ഇവയുടെ ഇറച്ചിയും മുട്ടയൊക്കെ കഴിക്കുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം. ഇറച്ചികൾ നന്നായി വേവിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായി വേവിക്കുകയാണെങ്കിൽ പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വെറ്റിനറി വിഭാഗവും ദുരന്ത നിവാരണ വകുപ്പും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള
താറാവുകളെയെല്ലാം കൊന്ന് സംസ്കരിക്കുന്ന ഒരു പരിപാടിയിലേക്കും കടന്നിട്ടുണ്ട്. ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിലവിലുണ്ട്. അതൊന്നും സ്ഥിരീകരിക്കാത്ത ജില്ലയിൽ ഈ ഒരു വാർത്ത പ്രചരിപ്പിച്ച് ഈ പാവപ്പെട്ട കർഷകരുടെ കഞ്ഞികുടി മുട്ടിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ കൂടിയുണ്ട്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.